തൊഴിൽ രംഗത്ത് തന്നെ ഈ ലേഡിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഞാനിവൻ ഡൈവോഴ്സ് ചെയ്യുന്ന ആൾക്കാർ വരെ കണ്ടിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ട് യങ് ഏജ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൗൺസിലർ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഒരു സോഷ്യൽ വർക്കർ നമ്മളോട് ഉണ്ടായിരിക്കും, അതോടൊപ്പം നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് നേഴ്സ് നമ്മളോട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെ നമ്മൾ കാണുന്നത് വേറൊരു ആംഗിളിലാണ്, വേറെ സിറ്റുവേഷനിലാണ്. യങ് ഏജ് ബ്രസ്റ്റ് ക്യാൻസറിനെ നമ്മൾ എപ്പോഴും വേറൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യണം. കാരണം പല കാരണങ്ങളും അവർക്ക് യങ് ഏജ് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നിട്ട് അവർ ക്യൂറായി മാറുന്ന പ്രൗഡ് സർവൈവേഴ്സ് ആയിട്ട് മാറാൻ പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റിഗ്മ എപ്പോഴും മനസ്സിൽ കിടക്കും. ഞാനൊരു ക്യാൻസർ വന്നൊരു പേഷ്യൻ്റ് ആയിരുന്നല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു ക്യാൻസർ വന്നിരുന്നല്ലോ എന്നൊരു ട്രോമ എപ്പോഴും മനസ്സിൽ കാണും. അപ്പോൾ ഈ ട്രോമയുടെ കൂടെ അവരെ ഓസ്ട്രസൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പം തൊഴിൽ രംഗത്ത് തന്നെ ഈ ലേഡിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, അവർക്ക് അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാഘാതം. രണ്ട്, ഫാമിലി തന്നെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടിരിക്കുന്ന ലൈഫ് അങ്ങോട്ട് ആരംഭിച്ച ആൾക്കാരായിരിക്കും. ഒരുപക്ഷെ അവരുടെ സ്പൗസിന്, ഹസ്ബൻഡിന് അങ്ങനെ സ്ഥാനാർബുദം ബാധിച്ച ഒരു ലേഡിയാണല്ലോ വൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മനസ്സിൽ ചിലപ്പോൾ ചിലർക്ക് വന്നിരിക്കാം. ഞാനിവൻ ഡൈവോഴ്സ് ചെയ്യുന്ന ആൾക്കാർ വരെ കണ്ടിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ട് പ്രത്യേകിച്ച് സ്ഥാനം മുറിച്ചു മാറ്റപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഇന്ന് യങ് ഏജ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൗൺസിലർ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഒരു സോഷ്യൽ വർക്കർ നമ്മളോട് ഉണ്ടായിരിക്കും, അതോടൊപ്പം നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് നേഴ്സ് നമ്മളോട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെ നമ്മൾ കാണുന്നത് വേറൊരു ആംഗിളിലാണ്, വേറെ സിറ്റുവേഷനിലാണ്. വർക്ക് പ്ലേസിൽ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ, ടീച്ചിങ് ഈ വർക്ക് പ്ലേസുകൾ എല്ലാവർക്കും കിട്ടണമെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ പല പല തലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ പൊതുജനങ്ങളിൽ ഇതിനൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. കാര്യം നാളെ ഈ അസുഖം അവരുടെ മകൾക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരിക്കോ ഭാര്യയ്ക്കോ ആർക്ക് വേണേൽ വരാം. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു അവയർനെസ് നമുക്ക് എല്ലാവരിലും ഉണ്ടായിരിക്കണം. ആർക്കും ഈ അസുഖം വരാം. ഞാൻ 12 വയസ്സുള്ള കുട്ടിക്ക് സ്ഥാനാർബുദം ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, 12 വയസ്സ്. അപ്പം ഇത് പല ഏജിലും ഈ പ്രശ്നം വരാം. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാൻസർ സുഖമാക്കണം, അതോടൊപ്പം തന്നെ അവരെ ഈ സൊസൈറ്റിയിൽ ഫിറ്റായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറ്റണം, വ്യക്തികളായിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയായിരിക്കണം മോഡേൺ ഓങ്കോളജി ട്രീറ്റ്മെൻറ്റ്. എങ്കിലേ അതിന് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ എന്തുകൊണ്ട് ഇന്ന ഡോക്ടർക്ക് പോയി ട്രീറ്റ് ചെയ്യണം, ആ ഡോക്ടർ ട്രീറ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്, അവരെങ്ങനെ ആ ആംഗിളിനെ കാണുന്നു, സോഷ്യലി എങ്ങനെ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, എങ്ങനെ പോസിറ്റീവ് എനർജി നമ്മൾ അതിനെ ഇമ്പാർട്ട് ചെയ്യുന്നു, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് യങ് ഏജിൽ എപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂ കിടക്കുമ്പോൾ മാനസികമായിട്ട് അവരെ ഏറ്റവും ഉന്നതിയിൽ നിർത്തിയെങ്കിൽ മാത്രമേ ഇന്നത്തെ പ്രഷർ ഉള്ള ഈ സമൂഹത്തിൽ, ഇപ്പോൾ പറഞ്ഞല്ലോ പല പല പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, വർക്ക് പ്ലേസിലെ പ്രഷർ ഉണ്ടാവും, വീട്ടിലെ പ്രഷർ ഉണ്ടാവും, ഇതെല്ലാം കൂടെ ടാലി ചെയ്ത് പോകണമെങ്കിൽ ഇന്ന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, സ്ഥാനാർബുദ ചികിത്സ എന്ന് പറയുന്നത് വെറും ഒരു ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവോ ഓപ്പറേഷനോ കീമോതെറാപ്പിയോ റേഡിയേഷനോ അല്ല. ആ വ്യക്തിയായിട്ട് ഈ സമൂഹത്തിന് കൊള്ളാവുന്ന വ്യക്തിയായിട്ട് മാറ്റുന്ന പ്രക്രിയയാണ് ഇന്ന് മോഡേൺ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. ഡോക്ടർ ഇത്രയും പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും തന്നെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ കണ്ടുപിടിച്ചാൽ മുറിച്ചു നീക്കേണ്ട അവസ്ഥയാണെങ്കിൽ പോലും പുതിയ ബ്രസ്റ്റ് വെക്കുന്നതിലൂടെ നോർമൽ ലൈഫിലേക്ക് സൗന്ദര്യം കൊടുക്കാൻ സാധിക്കും, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും, നോർമൽ ലൈഫ് കൊടുക്കാൻ സാധിക്കും.